ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. കാവ്യം സുഖേയം കദരാഗവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിരസപ്രദത്തിൽ ആനന്ദലബ്ധിക്കെനിയെന്തു വേണ്ടു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. സീതാ സ്വയംവര ഭാഗമാണ് നമുക്കിനി വായിക്കേണ്ടത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വായിച്ചത് അഹല്യ സ്തുതിയാണ്. തുടർന്ന് അഹല്യാമോക്ഷവും അഹല്യാമോക്ഷത്തെ തുടർന്ന് അഹല്യയുടെ സ്തുതിയും. ആ അഹല്യ സ്തുതിയുടെ ഭാഗത്തിൽ അഹല്യ ശ്രീരാമനെ സ്തുതിക്കുമ്പം പറയുന്ന ധാരാളം തത്വങ്ങൾ അവിടെയുണ്ട്. ഇവിടെ പറയുന്ന ഒരു ഭാഗം, ത്വന്മായാ വിമോഹിത ചേതസ അജ്ഞാനിനാം ത്വന്മാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടാ. ഭഗവാന്റെ മാഹാത്മ്യം നമുക്കറിയില്ല. ആ ഭഗവത് മാഹാത്മ്യം നമ്മൾ പഠിക്കണം. ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധിശക്തി പരാക്രമം ഷടേതേ എത്ര വർത്തന്തേ തത്ര ദേവാഹ പ്രസീദതി എന്നാണ് പറയാറ്. അപ്പോൾ ഭഗവാന്റെ ചൈതന്യം നമുക്ക്, ഭഗവാന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയിട്ട് ഭഗവാന്റെ കീർത്തനങ്ങൾ സദാകാലം നമ്മൾ ഉച്ചരിക്കണം. അങ്ങനെ ചെയ്തതിന് ശേഷം അഹല്യ സ്തുതിയിൽ പറയാണ് ഭഗവാൻ എന്താന്നാ പറയുന്നത്. മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ. ശ്രീരാമനെ കേവലം മനുഷ്യനാണെന്ന് കൽപ്പിക്കുന്നവർ അജ്ഞാനികളാണ്. ജ്ഞാനികൾ ഒരിക്കലും ശ്രീരാമനെ മനുഷ്യനായിട്ടല്ല കാണുക. ശ്രീരാമൻ സാക്ഷാൽ ഭഗവാന്റെ ധാരാളം അവതാരങ്ങളുണ്ട്. അതിൽ പ്രധാനമാണ് ദശാവതാരം. ആ ദശാവതാരത്തിലൊരു അവതാരമാണ് ശ്രീരാമൻ. അപ്പോൾ കേവലം ശ്രീരാമൻ മനുഷ്യനാണെന്ന് ചിന്തിക്കുന്നവർ അജ്ഞാനികളാണ്. ഈ ഭഗവാൻ എങ്ങനെയാണെന്നാണ് ഇനി പറയുന്നത്. പുറത്തുമകത്തും എല്ലാടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിന്തിരുവടിയല്ലോ. ഭഗവാൻ എങ്ങനെയാ? ഭഗവാൻ അകത്തുമുണ്ട്, ഭഗവാൻ പുറത്തുമുണ്ട്. ഭഗവാൻ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഭഗവാൻ എന്ന് വിളിക്കുന്നത്. ആ ഭഗവാൻ എങ്ങനെയാന്നാ പറയുന്നത്. ശുദ്ധനവ്യയൻ സമൻ നിത്യൻ നിർമ്മലനേകൻ ബുദ്ധനവ്യക്തൻ ശാന്തനസംഗൻ നിരാകാരൻ സത്വാദിഗുണത്രയയുക്തയാം ശക്തിയുക്തൻ സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ. ഭഗവാൻ എങ്ങനെയാ കുടിയിരിക്കുന്നത് വെച്ചാൽ എന്നിലും നിങ്ങളിലും ഒക്കെ ഭഗവാനുണ്ട്. കേരള ഓൺലൈനിലെ ഈ പ്രോഗ്രാം കാണുന്ന ഓരോരാളിലും ഭഗവത് ചൈതന്യമുണ്ട്. ആ ഭഗവത് ചൈതന്യം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറയാണ്, ബുധൻ അവ്യക്തൻ ശാന്തൻ അസംഗൻ നിരാകാരൻ സത്വാദി ഗുണത്രയുക്തനാം ശക്തിയുക്തൻ സത്വങ്ങളിൽ വാഴും ജീവാത്മാവായി. ഓരോരാളിലും ജീവാത്മാവായിട്ടാണ് ഭഗവാൻ കുടികൊള്ളുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ചത്തുപോയി എന്നാണ് പറയുന്നത്. ശരിക്കും ചത്തുപോയി എന്നല്ല പറയുന്നത്, സത്ത് പോയി എന്നാണ്. ഈ ശരീരത്തിൽ നിന്ന് സത്ത് പുറത്തേക്ക് പോയി. ആ സത്ത് പോയത് ലോപിച്ച് ചത്തുപോയി എന്നാണ് നമ്മൾ പറയുക. എന്നിട്ട് വീണ്ടും അഹല്യ ഭഗവാനെ സ്തുതിക്കുകയാണ്. ഭക്തനാം മുക്തിപ്രദൻ യുക്തനാം യോഗപ്രദൻ സക്തനാം മുക്തിപ്രദൻ സിദ്ധനാം സിദ്ധപ്രദൻ തത്വാദാത്മാദേവൻ. എങ്ങനെയാ ഭഗവാൻ ചോദിച്ചാൽ പറയാണ്, ഭഗവാൻ മുക്തിപ്രദനാണ്, മുക്തിയെ നൽകുന്ന ആളാണ് ഭഗവാൻ. പിന്നെയോ യോഗപ്രദനാണ് ഭഗവാൻ, എല്ലാറ്റിനെയും യോജിപ്പിക്കാനും ഭഗവാൻ അറിയാം. സക്തനാണ് ഭഗവാൻ എന്നാണ് പറയുന്നത്, സിദ്ധനാണ് ഭഗവാൻ. ഭഗവാന്റെ ചൈതന്യത്തെക്കുറിച്ച് ഭഗവാൻ എന്ന് പറയുന്നത് തത്വജ്ഞനാണ് ഭഗവാൻ. നിഷ്ക്രിയനാണ്. ചില ദിക്കിൽ ഭഗവാൻ നിഷ്ക്രിയനാണ്. നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ ചോദിക്കും നമ്മൾ, എന്നാലും ഭഗവാൻ എന്നോട് ഇത് ചെയ്തില്ലേ. ഭഗവാൻ ക്രിയാത്മകനാകേണ്ടടുത്ത് ക്രിയാത്മകനാവും, നിഷ്ക്രിയനാകേണ്ടടുത്ത് ഭഗവാൻ നിഷ്ക്രിയനായിട്ട് ഭഗവാൻ നിൽക്കും. അതുകൊണ്ട് സത്താമാത്മാ പരമാത്മാ സർവാത്മാ വിഭു സച്ചിൽ ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതനാദിനാഥൻ സർവദേവതാമയൻ. ഭഗവാൻ എന്ന് പറയുന്നത് സർവദേവതാമയനാണ് ഭഗവാൻ. ആ ഭഗവാനെ നിന്തിരുവടിയായത്രയും മൂഢാത്മാവായ അന്ധയായുള്ളോരു ഞാൻ എങ്ങനെ അറിയുന്നു. അല്ലേ പറയാണ്, ഞാൻ എങ്ങനെയാ ഭഗവാനെ അങ്ങയെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമ. എത്ര കുത്രാവി വസിച്ച ഇടിലുമെല്ലാ നാളും, എത്ര കുത്രാവി എവിടെയൊക്കെ ഭഗവാൻ ഉണ്ടായാലും
പൊൽത്തളിരടികളിലിളക്കം വരാതൊരു ഭക്തിയുണ്ടാകണം. അഹല്യ പറയാണ്, എനിക്കൊന്നും വേണ്ട ഭഗവാനെ, എനിക്ക് ആ ഭഗവാനിൽ എപ്പോഴും സദാകാലം ഭക്തി എനിക്ക് ഭഗവാനിൽ ഉണ്ടാകണം. അങ്ങനെ ഭഗവാനിൽ ഭക്തി ലയിച്ചാൽ എന്താ ഫലം എന്ന് അഹല്യ മോക്ഷത്തിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഈ സ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന ഭുവാൻ ശുദ്ധനായി അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കും. അഹല്യയുടെ സ്തുതി വായിച്ചു പഠിച്ചാൽ തന്നെ പരമസുഖത്തിൽ, പരമാത്മാവിലേക്ക്, ബ്രഹ്മാനന്ദത്തിലേക്ക് ലയിക്കുവാൻ വേണ്ടി സാധിക്കും. എന്നിട്ട് പറയാണ്, ഐഹിക സൗഖ്യം, എല്ലാ ഐഹികമായിരിക്കുന്ന സൗഖ്യങ്ങൾ വന്നു ചേരും. പിന്നെയോ പുരുഷന്മാർക്ക് നൂനം ഭക്തിയാ നാഥനെ ഹൃതി സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചീടുകൾ സകലർക്കും. ഒരു പുത്രാർത്ഥി, ഒരു സന്താനം വേണമെന്ന് ആഗ്രഹിച്ചിട്ട് അഹല്യാസ്തുതി ചൊല്ലിയാൽ സന്താനമുണ്ടാകും. പിന്നെയോ നല്ല പുത്രന്മാരുണ്ടാകണം. അർത്ഥാപ്തി ജപിക്കുകയാണെങ്കിൽ അർത്ഥാപ്തി കൈവരും. ഗുരുതൽപകൻ, ഗുരുവിനെ പ്രകോപിപ്പിച്ച ഒരാൾ ഗുരുദ്വേഷിയാണെങ്കിൽ ആ ഗുരുദ്വേഷിക്ക് പോലും ഈ അഹല്യാസ്തുതിയുടെ ഭാഗം വായിച്ചാൽ മോക്ഷം വരും. പുരുഷന്മാരിൽ ഏറ്റവും അധമനാണെങ്കിൽ പോലും അവർ അഹല്യാസ്തുതി വായിച്ചാൽ മതി എന്ന് പറഞ്ഞൊരു ഭാഗത്താണ് നമ്മൾ ഇന്നലെ നിർത്തിവെച്ചത്. ഇന്ന് സീതാ സ്വയംവര ഭാഗമാണ് വായിക്കേണ്ടത്. ഹരേ രാമ 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 ഹരേ ഹരേ. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോട് ഈ വണ്ണമരുൾ ചെയ്താൻ, ബാലകന്മാരെ പോക മിഥിലാപുരിക്കു നാം കാലവും വൃഥാ കളഞ്ഞിടുകയരുതല്ലോ. യോഗവും യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യക്കു പുക്കു താതനെ കാണാം. ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം പുക്കു. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചെന്നതു കേട്ട നേരം മനസ്സി നിറഞ്ഞോരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമസമന്വിതം പൂജാസാധനങ്ങളും എടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടുനിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും. ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും. കന്ദർപ്പൻ കണ്ടു വന്ദിച്ചേടിന ജഗദേക സുന്ദരന്മാരാരിവരെന്നു കേൾപ്പിക്കേണം. നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായിപ്പോൾ. വിശ്വാമിത്രനും അതു കേട്ടരുൾ ചെയ്തിടിനാൻ, വിശ്വസിച്ചാലും മമ വാക്യം നീ നരപതേ. വീരനാം ദശരഥൻ തന്നുടെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ, ലക്ഷ്മണൻ മൂന്നാമവൻ. എന്നുടെ യാഗം രക്ഷിച്ചിടുവാനിവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടു പോന്നീടിനേനിതുകാലം. കാടകം പുക്ക നേരം വന്നോരു നിശാചരി താടക തന്നെയൊരു ബാണം കൊണ്ടെയ്തു കൊന്നാൻ. പേടിയും തീർന്നു സിദ്ധാശ്രമവും ബുക്കുയാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ. ശ്രീപാദാംബുജരജസ്പൃഷ്ടി കൊണ്ടഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ. പാരമേശ്വരമായ ചാപത്തെ കാൺമാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു നീയങ്ങു കാട്ടിയിടണം. ഇത്തരം വിശ്വാമിത്രൻ തന്നുടെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴിപോലെ. സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുൾക്കൊരുന്നിങ്കൽ പ്രീതി വർദ്ധിച്ച ജനകനും തന്നുടെ സജീവനെ വിളിച്ചു നിയോഗിച്ചു. ചെന്നു നീ വരുത്തേണം ഈശ്വരനുടെ ചാപം എന്നതു കേട്ടു മന്ത്രി പ്രവരൻ നടകൊണ്ടാനം നേരം ജനകനും കൗശികനോടു ചൊന്നാൻ. രാജനന്ദനായ ബാലകൻ രഘുവരൻ, രാജീവലോചനൻ സുന്ദരൻ ദാശരഥി, വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ വല്ലഭനിവൻ മമ നന്ദനയ്ക്കെന്നു നൂനം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. എല്ലാം ഈശ്വരൻ എന്നെ ചൊല്ലാവതെനിക്കിപ്പോൾ വില്ലിഹ വരുത്തിയിടുകെന്നരുൾ ചെയ്തു മുനി. കിങ്കരന്മാരെ നിയോഗിച്ചിതു മഹീന്ദ്രനും ഹുങ്കാരത്തോടു വന്നു. ചാപവാഹകന്മാരും സത്വരമയ്യായിരം കിങ്കരന്മാരോടും കൂടി മൃത്യുശാസന ചാപമെടുത്തുകൊണ്ടുവന്നാൻ. ഘണ്ടാസഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും ത്രയംബകമെന്നിതു മന്ത്രീന്ദ്രനും.
ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനുമാനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചീടിനാൻ. വില്ലെടുക്കാമോ കുലച്ചീടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാകുന്നതും ചെയ്താലും മടിക്കേണ്ട, കല്യാണം ഇതുമൂലം വന്നുകൂടുമല്ലോ. മന്ദഹാസവും പൂണ്ടു രാഘവനതു കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം. ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം. നിന്നരുളും നേരം ഇരേഴു ലോകങ്ങളുമൊന്നു മാറ്റൊലി കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. കൂട്ടമേ പാട്ടമാട്ടവും പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സ്തുതിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ. ജനകൻ ജഗൽ സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി കാടാശ്ലേഷവും ചെയ്താനല്ലോ. ഇടിവെട്ടിയിടും വണ്ണം വിൽ മുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെ പോലെ. മൈഥിലി മയിൽ പേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും. മൈഥിലി തന്നെ പരിചാരികമാരും നിജ മാതാക്കന്മാരോടും കൂടി നന്നായി ചമയിച്ചാൻ. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാൽ. മന്ദം മന്ദമർണോജ നേത്രോൻ മുമ്പിൽ സത്രമം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൾ. മുന്നേ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിടിനാൻ. മാലയും ധരിച്ചു നീലോൽപല കാന്തി തേടും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിനാൻ. ഭൂമി നന്ദനയ്ക്കനുരൂപനായി ശോഭിച്ചിടും ഭൂമി ബാലക ഭാരൻ തന്നെ കണ്ടവർകളും ആനന്ദാബുദ്ധി തന്നിൽ വീണുടൻ മുഴുകിനാൻ. മാനവവീരൻ വാഴ്കന്നാശിയും ചൊല്ലിയിടിനാൻ. അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്ദിച്ചു ചൊന്നാനിനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടണം ദൂതന്മാരെ. സത്വരം ദശരഥ ഭൂപനെ വരുത്തുവാൻ വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചിതു. വിശ്രമത്തോടു നടകൊണ്ടിതു ദൂതന്മാരും. സാകേതപുരി പുക്കുഭൂപാലൻ തന്നെ കണ്ടു ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതു സന്ദേശം കണ്ടു. പങ്ക്തിസെന്തനൻ താനുമിനി സന്ദേഹമില്ല പുറപ്പെടുകെന്നരുൾ ചെയ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ. അഗ്നിമാനുപാധ്യനാകിയ വസിഷ്ഠനും പത്നിയാമരുന്ധതി താനുമായി പുറപ്പെട്ടു കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവയോഗ്യവാദ്യഘോഷങ്ങളോടും മിഥിലാപുരമകം പൊക്കിതോ ദശരഥൻ മിഥിലാധിപൻ താനും ചെന്നെതിരേറ്റുകൊണ്ടാൻ. വന്ദിച്ചു ശതാനന്ദനൻ തന്നോടു കൂടെ ചെന്നു വന്ദ്യനാം വസിഷ്ഠനെ തതനു പത്നിയെയും അർഘ്യപാദ്യാദികളാൽ അർപ്പിച്ചു യഥാവിധി സൽക്കരിച്ചിതു യഥായോഗ്യമുർവീന്ദ്രൻ താനും. രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിനെ സാമോദം വസിഷ്ഠനാമാചാര്യപാദാബ്ജവും തൊഴുതു മാതൃജനങ്ങളെയും യഥാക്രമം. തൊഴുതു ശ്രീരാമപാദാംബോജമനുജന്മാർ തൊഴുതു ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതു ശത്രുഘ്നനും ലക്ഷ്മണപാദാംബോജം വക്ഷസി ചേർത്തു. താതൻ രാമനെ പുണർന്നു ലക്ഷ്മണനെയും കാടാശ്ലേഷവും ചെയ്തിടിനാൻ. ജനകൻ ദശരഥൻ തന്നുടെ കയ്യും പിടിച്ചനുമോദത്തോടുര ചെയ്തിതു മധുരമായി. 4 കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി 4 പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ ഏതാനും. ആകയാൽ 4 കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാലേതുമേ മടിക്കേണ്ട.
വസിഷ്ഠൻ താനും ശതാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും നാൽവർക്കും യഥാക്രമം. ചിത്രമായിരിപ്പോരു മണ്ഡപമതും തീർത്തു മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി നാനാരത്നമണ്ഡിത സ്തംഭതോരണങ്ങളും നാട്ടി. യാതൊരു പാദതീർത്ഥം ശിരസീധരിക്കുന്നു ഭൂദേശവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ. രാമനും നൽകിയിടിനാൻ ജനകമഹീന്ദ്രനും തൽപാദതീർത്ഥം നിജ ശിരസീധരിച്ചുടൻ ഉൾപ്പുളകാംഗത്തോടു നിന്നിതു ജനകനും. ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണ കുമാരനും കാമ്യാംഗിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരതശത്രുഘ്നന്മാർ തമ്മിൽ പത്നിമാരായി പരമാനന്ദം പൂണ്ടു ഉല്ലസിച്ചാരെല്ലാവരും. കുശികാത്മജനോടും കൗശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും. മുന്നം നാരദനരുൾ ചെയ്തു കേട്ടിരിപ്പു ഞാൻ എന്നുടെ മകളായ സീതാവൃത്താന്തമെല്ലാം. യാഗഭൂദേശം വിശുദ്ധ്യായർത്ഥമായുഴുതപ്പോൾ ഏകദാ സീതാമധ്യേ കാണായി കന്യാരത്നം. ജാതയായൊരു ദിവ്യകന്യക തനിക്കു ഞാൻ സീതയെന്നൊരു നാമം വിളിച്ചേനതുമൂലം. പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തിങ്കൽ അത്ര നാരദനെഴുന്നള്ളിനാനൊരു ദിനം. എന്നോട് മഹാമുനിതാനരുൾ ചെയ്താനപ്പോൾ നിന്നുടെ മകളായ സീതാവൃത്താന്തം കേൾനീ. പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവചൻ ഭക്തവത്സലൻ നാഥൻ ദേവകാര്യാർത്ഥം പങ്ക്തി കണ്ട നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ച രുദ്രാദികളാൽ അർത്ഥിക്കയാൽ ഭൂമിയിൽ സൂര്യാന്വയെ വന്നവതരിച്ചിതു രാമനായി. മായാമർത്യവേഷം ഉണ്ടറിഞ്ഞാലും യോഗേശ്വരൻ മനുഷ്യനായിടുമ്പോൾ ഇതുകാലം യോഗമായാദേവി മാനുഷവേഷത്തോടെ ജാതയായിതു തവ വേശ്മിനി തൽക്കാരണാൽ. സാദരം ശ്രീരാമനു കൊടുക്ക മടിയാതെ ഇത്തരം നാരദനരുളി ചെയ്തു മറഞ്ഞിതു പുത്രിയായി വളർത്തിതു ഭക്തി കൈക്കൊണ്ടു ഞാനും സീതയെ. ശ്രീരാഘവനെങ്ങനെ കൊടുക്കാവു ചേതസി നിരൂപിച്ചാലെങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോൾ ഒന്നു മാനസേ തോന്നി പന്നകവിഭൂഷണൻ തന്നനുഗ്രഹശക്തിയാ മൃത്യുശാസനചാപം മുറിച്ചിടുന്ന പുമാൻ. ഭർത്താവാകുന്നതുമൽ പുത്രിക്കെന്നൊരു പണം ചിത്തത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ. ശക്തിയില്ലാതെ നിന്നു പൃഥ്വീപാലകന്മാരും ഉദ്ധതഭാവമെല്ലാം അകലെ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയങ്ങടങ്ങിക്കൊണ്ടാരല്ലോ. അത്ഭുത പുരുഷനാമുൽപ്പല നേത്രം തന്നെ ത്വൽപ്രസാദത്താൽ ഇന്നു സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ. അദ്യമേ സഫലമായി വന്നു മാനുഷജന്മം ഗദ്യോദായുധ സഹസ്രോദ്യത രൂപത്തോടും. ഗദ്യോദാന്വയെ പിറന്നോരു നിന്തിരുവടി വിദ്യുൽ സംയുതമായ ജീനൂതമെന്ന പോലെ. ശക്തിയാം ദേവിയോടും യുക്തനായി കാൺക മൂലം ഭക്തവത്സലാമമ സിദ്ധിച്ചു മനോരഥം. രക്തപങ്കജ ചരണാഗ്രേ സന്തതം മമ ഭക്തി സംഭവിക്കേണം മുക്തിയും ലഭിക്കേണം. ത്വൽപാദാംബുജകളിതാംബു ബിന്ദുക്കൾ ധരിച്ചുൽപലോദ്ഭവൻ ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു. ത്വൽപാദാംബുജകളിതാംബുധാരണം കൊണ്ടു സർപ്പഭൂഷണൻ ജഗത്തൊക്കെ സംഹരിക്കുന്നു. ത്വൽപാദാംബുജ ഗളിതാംബുദാരുണം കൊണ്ടു സൽപുമാൻ മഹാബലി സിദ്ധിച്ചാനൈന്ദ്രം പദം. ത്വൽപാദാംബുജരജസ്പൃഷ്ടി കൊണ്ട ഹല്യയും കിൽവിഷത്തോടു വേർപെട്ടു നിർമ്മലയായാൾ. നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ടു ബന്ധവുമകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു. സന്തതം യോഗീന്ദ്രന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമേ പാദപങ്കജദ്വയം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ. ഇത്തമോരോന്നേ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈക്കൊണ്ടു കൊടുത്തിടിനാൻ മഹാധനം. പ്രത്യേകം 100 കോടി കാഞ്ചനാഭരണങ്ങളും സീതാദേവിക്കു കൊടുത്തിടിനാൻ ജനകനും. പ്രീതി കൈക്കൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും വിധിനന്ദന പ്രമുഖന്മാരാം മുനികളെ
വിധിപൂർവകം ഭക്തിയാ പൂജിച്ചു വണങ്ങിനാൻ. സമ്മാനിച്ചിതു സുമന്ത്രാദി മന്ത്രികളെയും സമ്മോദം പൂണ്ടു ദശരഥനും പുറപ്പെട്ടു. കൽമഷമകന്നോരു ജനകനിപേന്ദ്രനും തന്മകളായ സീത തന്നെയും ആശ്ലേഷിച്ചു. നിർമ്മലഗാത്രിയായ പുത്രിക്കു പതിവ്രതാ ധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴി പോലെ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ. ചിന്മയൻ മായാമയനായ രാഘവൻ നിജ ധർമ്മതാരങ്ങളോടു കൂടവേ പുറപ്പെട്ടു. ആനതേർ കുതിരകാലാളായ പടയോടും ദേശികന്മാരോടും വേഗമോടയോധ്യക്കങ്ങാറങ്ങു തിരിച്ചപ്പോൾ ആകാശദേശേ വിമാനങ്ങളും നിറഞ്ഞുതേ. സന്നാഹത്തോടും നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയച്ചോരനന്തരം വെൺകൊറ്റക്കുടതഴ വെൺചാമരങ്ങളോടും. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണനിധനം ഹേതദ്ധി രാമായണം. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാദം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വാം ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ.